കേരള വിദ്യാശാല സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജായി മാറിയ കഥ. കേരളത്തിലെ ഏറ്റവും പഴയ കോളേജുകളിലൊന്നായ സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിന്റെ മുൻഭാഗമാണിത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് നയിച്ച മഹാകലാലയം. 1877 സാമൂതിരി കുടുംബത്തിലെ പുതിയ തലമുറക്ക് ആധുനിക വിദ്യാഭ്യാസം ലഭിക്കാനായി അന്നത്തെ സാമൂതിരി ശ്രീ മാനവിക്രമൻ ഒരു സ്കൂൾ ആരംഭിച്ചു. 1878 മുതൽ ഈ സ്കൂൾ കേരള വിദ്യാശാല എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1879 ഈ വിദ്യാഭ്യാസ സ്ഥാപനം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എഫിലിയേറ്റ് ചെയ്യപ്പെടുകയും ഒരു 2ാം ഗ്രേഡ് കോളേജായി ഉയർത്തപ്പെടുകയും ചെയ്തു. 1900 കേരള വിദ്യാശാല സാമൂതിരി കോളേജ് അഥവാ സാമൂര്യൻസ് കോളേജ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ കോളേജ് പ്രവർത്തിച്ചിരുന്നത് ഇന്നത്തെ സാമൂതിരി സ്കൂൾ പ്രവർത്തിക്കുന്ന തളിയിലായിരുന്നു. പിൽക്കാലത്ത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ധനസഹായത്തോടുകൂടി സാമൂര്യൻസ് കോളേജ് പൊക്കുന്നിൽ സ്ഥലം വാങ്ങുകയും 1955 കോളേജ് തളിയിൽ നിന്ന് പൊക്കുന്നിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. 1981 മുതലാണ് സാമൂര്യൻസ് ഗുരുവായൂരപ്പൻ കോളേജ് എന്ന ഇന്നത്തെ പേരിൽ കോളേജ് അറിയപ്പെടാൻ തുടങ്ങിയത്.